അപ്പൊ ഫൈനലി നമ്മുടെ ഈ വർഷത്തെ ITI NCVT എക്സാമുകളുടെ ഡേറ്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2026, അതായത് ഈ വരുന്ന ജൂലൈയിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഒഫീഷ്യലി ഉള്ള ആ ഒരു PDF നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചേഴ്സ് ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സും പിന്നെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഫസ്റ്റ് PDF-ന്റെ പേജ് 1 ആണ് കാണിക്കുന്നത്. ഇതില് ആദ്യം കാണിച്ചിട്ടുള്ള ഷെഡ്യൂൾസ് എല്ലാം നിങ്ങളുടെ ഓഫീസ് വർക്കുകൾക്കുള്ളതാണ്. അതായത് നിങ്ങളുടെ ITI ഓഫീസുകളിൽ നിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. നിങ്ങളുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്ക്, അതായത് നമ്മൾ ഇന്റേണൽ മാർക്ക് എന്നൊക്കെ പറയുന്ന കാര്യമില്ലേ, അത് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് 15 മെയ് മുതൽ 18 ജൂൺ വരെയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങളുടെ റെക്കോർഡ് വർക്കുകളും ഡയറി അതുപോലെ തന്നെ ഷീറ്റ് ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും മിക്ക ITIകളിലും ടീച്ചേഴ്സ് അസസ്മെന്റ് മാർക്ക് എൻട്രി ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ അറ്റൻഡൻസും ഒരു മെയിൻ ഫാക്ടർ ആണ്. അത് മാത്രമല്ല നിങ്ങളുടെ കംപ്ലീറ്റ് ഒരു വർഷത്തെ നിങ്ങളെ പെർഫോമൻസിനുള്ള മാർക്കാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്ക് ആയിട്ട് എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ്, അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റും ഇതേ ഡേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അറ്റൻഡൻസ് കുറവുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം എക്സ്ട്രാ ടൈം ഒക്കെ ഇരുന്ന് അത് 80% എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, പ്രാക്ടിക്കൽ എക്സാമിന് ചെറിയൊരു ഫീ ഉണ്ടായിരിക്കും. അത് അടയ്ക്കേണ്ട ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഓഫീസ് വർക്ക് ആയിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ളത് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡേറ്റ് ആണ്. അത് ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു 4-5 ദിവസത്തിന്റെ ഉള്ളിൽ ആ എക്സാം നടക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഇയറിനായിരിക്കും ആദ്യം ഉണ്ടാവുക, ദെൻ സെക്കൻഡ് ഇയറിനായിരിക്കും നടത്താൻ പോകുന്നത്. പിന്നെ അതിന്റെ മാർക്ക് എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും നമുക്ക് വേണ്ട. നെക്സ്റ്റ് പറയുന്നത് CBT എക്സാം, പ്രാക്ടിക്കൽ എക്സാം കഴിയുന്നതോട് കൂടി തന്നെ അധികം ഗ്യാപ്പ് ഇടാതെ തന്നെ ഇപ്രാവശ്യം CBT എക്സാമിന്റെ ഡേറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 9 മുതൽ ഓഗസ്റ്റ് 3 വരെയാണ്. അത് ഷെഡ്യൂൾ ചെയ്ത് ഓരോ ITIയിലെ വിദ്യാർത്ഥികൾക്കും ഡിഫറെന്റ് ഡേറ്റിലായിരിക്കും, ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നത്. ദെൻ നോക്കിയേ, റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് കൂടെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 10 തന്നെ നിങ്ങളുടെ റിസൾട്ടും വരുന്നതാണ്. ഓഗസ്റ്റ് 3 കൂടി CBT എക്സാംസ് കംപ്ലീറ്റ് ആവും, അതായത് തിയറി എക്സാംസ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് 10-ാം തീയതി തന്നെ എന്താവുന്നുണ്ട്, റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ്. അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നടക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഫസ്റ്റ് ഇയേഴ്സിന് 29-ാം തീയതി, അതായത് ജൂൺ 29-നും ജൂൺ 30-നുമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങളുടെ എക്സ്റ്റേണൽസും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സെക്കൻഡ് ഇയേഴ്സിന് അത് കഴിഞ്ഞ് തൊട്ട് 2-ാം തീയതി 3-ാം തീയതി ആയിട്ടായിരിക്കും നടക്കുന്നത്. അവർക്കും ഇതിലേതെങ്കിലും ഒരു ദിവസമായിട്ടായിരിക്കും മിക്കവാറും എക്സാം നടത്തുന്നത്. പിന്നെ എക്സാമിന്റെ ടൈം എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോടാണ് പറയുന്നത്. 9:30 മുതൽ 6 PM വരെ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു എക്സാം എഴുതി ഫസ്റ്റ് ഇയേഴ്സിന് വലിയ പരിചയം ഉണ്ടാവില്ല. അതായത് 9:30 മുതൽ രാവിലെ 9:30ക്ക് തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു 1 hour ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും അധികം മണിക്കൂറുകൾ നിങ്ങൾക്ക് എക്സാമിന് സമയം തന്നിട്ടുണ്ട്. 270 മാർക്കിനായിരിക്കും പ്രാക്ടിക്കൽ എക്സാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 1.5 മാസേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് വർക്കുകളും ഷീറ്റും സർവേ പ്രാക്ടിക്കലും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. ഇത് കഴിയുന്നതോട് ഫസ്റ്റ് പ്രാക്ടിക്കലിന് പ്രിപ്പയർ ചെയ്യുക, അത് കഴിയുന്നതോടുകൂടി തിയറിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് നിങ്ങളുടെ കൂടെ ഈ ഒരു എക്സാം ജേർണിയിൽ കംപ്ലീറ്റ്ലി ഞാൻ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ലൈവ് ഡിസ്കഷൻസും വീഡിയോസും വൈവ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഉഷാറായിട്ട് തന്നെ പോകണം. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എക്സാം റിലേറ്റഡ് ഡൗട്ടുകളോ ഇനി ഏതെങ്കിലും പോർഷൻസ് ആണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സുകളാണ്, അതും കൂടെ പറയാം. അപ്പം അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഡ്രോയിങ്സും എല്ലാ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി ഡെയിലി ഉണ്ടാവുന്നതാണ്. അത് മാത്രമല്ല ആൻഡ് ലാസ്റ്റ് നമുക്ക് ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന്റെ എല്ലാ വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, നല്ല കുട്ടികളായിട്ട് എക്സാമിന് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. അപ്പൊ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം കേട്ടോ.